ഒരു സയൻസ് താന് ഒരാളും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു വീടിന് വേണ്ടിയിട്ട് വീട് വാടക കിട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കമൽക്കഞ്ചി ബിൽഡിങ്ങിൽ. അങ്ങനെ അവരവിടെ ചെല്ലുന്നു. അവരുടെ അങ്ങനെ എന്താണ് ഫർണിച്ചറിന്റെ പൈസ കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഇവര് ഫർണിച്ചറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് ആ സ്ത്രീ ചോദിക്കുന്നു. അപ്പോ പണ്ഡിറ്റ് രാംദേവ് പറയാണ് ഏക് ദർവാസ, ഏക് ഖിഡ്കി ഓർ ഏക് സ്റ്റൂൾ. അപ്പോ ഇവർ ചോദിക്കുകയാണ് ഉസ്കെ ലിയെ കിത്നെ റുപിയ ലഗേംഗെ? 4000 റുപിയ, 4000 രൂപ. ഇത് കേട്ട് സ്ത്രീ പ്രതികരിക്കുകയാണ് 4000 റുപിയെ, 4000 രൂപയോ? അപ്പോ ഏക് ഖിഡ്കി, ഏക് ദർവാസ और एक स्टूल के लिए 4000 रुपये। ये फर्नीचर किस वस्तु से बनाते हैं? सोने से, चांदी से या शेर के खाल से? അപ്പൊ ചോദിക്കാണ് ഇതിന് 4000 രൂപയോ? ഏക് ഖിഡ്കി ഒരു ജനലിന്, ഏക് ദർവാസ ഒരു വാതിലിന്, और एक स्टूल के लिए ഒരു സ്റ്റൂളിന്, ഇതിന് മൂന്നിനും കൂടി 4000 രൂപയോ? ഈ ഫർണിച്ചർ കിസ് വസ്തു സേ ബനാത്തെ ഹെ? ഇത് എന്ത് വസ്തു ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവര് ചോദിക്കുന്നത്. അപ്പോ ആ പുരുഷൻ, അവരുടെ കൂടെയുള്ള പുരുഷൻ മറുപടി പറയാണ് സാവിത്രി ഈ ഫർണിച്ചർ ആദ്മി കി ഖാൽ സേ തയ്യാർ ഹോത്തെ ഹെ. അപ്പൊ സാവിത്രി എന്ന് വിളിച്ചല്ലോ, അപ്പൊ മനസ്സിലായി നമുക്ക് ആ സ്ത്രീയുടെ പേരെന്താണ്? സാവിത്രി എന്നാണ്. ഈ ഫർണിച്ചർ ആദ്മിക്ക് ഖാൽ സെ തയ്യാർ ഹോത്തെ. ഖാൽ എന്ന് പറഞ്ഞ ചർമ്മം, തൊലി. അപ്പൊ മനുഷ്യന്റെ തോല് കൊണ്ടാണ് ഈ ബിൽഡിംഗ് അല്ലെ ഈ ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. മഗർ ബഹസ് കർന ഫുസൂൽ ഹെ. ഇവിടെ തർക്കിക്കുക എന്നുള്ളത് നിരർത്ഥകമാണ്. ഫുസൂൽ, വേസ്റ്റ് ആണ്. ഇവിടെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് വേറെ വീടോ കാര്യങ്ങളൊന്നും കിട്ടാനില്ല എന്ന് മറന്ന്. അപ്പൊ അന്നേരം പുരുഷൻ ചോദിക്കാണ്, പറയാണ്. അന്നേരം രാംദയാൽ ഇടപെടാണ്. ജി ഹാ ഇധർ കാ യഹി നിയം ഹെ. ഇവിടുത്തെ കാനൂൻ, ഇവിടുത്തെ നിയമം ഇത് തന്നെയാണ്. മർദ് പുരുഷൻ പറയാണ് സുനാ തുമ്നെ സാവിത്രി ഇധർ കാ യഹി നിയം ഹെ. കേട്ടോ സാവിത്രി, ഇവിടുത്തെ നിയമം ഇത് തന്നെയാണ്. അബ് അഗർ തുംകോ മകാൻ ലേന ഹോ തോ, അഥവാ നിനക്ക് വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? 300 റുപിയെ ബാഡ, 300 രൂപ വാടക കൊടുക്കണം. മാസം 300 രൂപ വാടക കൊടുക്കണം. പിന്നെ 4000 റുപിയെ അലഗ് നിക്കാലോ, അതുപോലെ ഒരു 4000 രൂപ വേറെയും വേണം. സ്റ്റൂൾ, ദർവാസെ ഓർ ഖിഡ്കി കെ ലിയെ, ഇതിനായിട്ട് 4000 രൂപ വേറെയും വേണമെന്ന് പുരുഷൻ പറയാണ്. അപ്പൊ അന്നേരം സ്ത്രീ പറയാണ് 4000 एक खिड़की के ऐसा मालूम होता है कि दिमाग की सारी खिड़कियां, दिमाग തലയിലെ എന്താണ് സാരി ഖിഡ്കിയ എന്താണ് എല്ലാ ജനലുകളും ഏകദം ഖുൽഗയും, ആകെ തലെന്തോ പൊട്ടുന്ന മാതിരി തോന്നുകയാണെന്ന്. മകർ ക്യാ കരേ, പക്ഷെ എന്ത് ചെയ്യാനാകും? മകാൻ തോ ലേനാ ഹെ, എന്താണ് റൂം എന്തായാലും കിട്ടിയേ പറ്റൂ. സർ ഛുപാനെ കെ ലിയെ ജഗ ചാഹിയെ, തലയൊന്ന് ചായ്ക്കാൻ എന്ത് വേണം? ജഗ ചാഹിയെ, സ്ഥലം കിട്ടിയേ മതിയാവും. 2 മഹീനെ സെ ഹോട്ടൽ മേ ടഹരെ ഹെ, 2 മാസമായിട്ട് നമ്മൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോ മറത് പുരുഷൻ പറയണം നേരം തോ ശ്രീമാൻ ജി, ശ്രീമാൻ ബഹുമാനത്തോടുകൂടി പറയണേ, ശ്രീമാൻ ജി ടൈപ്പ് കരോ എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കാനൊന്നുമില്ല, ടൈപ്പ് കരോ എഗ്രിമെന്റ്, ടൈപ്പ് ചെയ്തോളൂ എഗ്രിമെന്റ് ഒക്കെ. രാംദേൽ പറയണേ 300 ബടാ ദേങ്കി, അല്ല നിങ്ങൾ 300 രൂപ വാടക തരുമോ? മർദ് ദേങ്കി, തരാം. രാംദേൽ ചോദിക്കരുത് ഓർ 4000 റുപിയ വോ ഭി, ആ 4000 രൂപയും? മർദ് 4000 ബി. അടുത്ത് രാംദയാൽ और 3 മഹീനെ का डेपोसिट, 3 മാസത്തെ ഡെപ്പോസിറ്റ് അഡ്വാൻസ് ആയിട്ട് തരാം. और 1 മഹീനെ का चालू, 1 മാസം പിന്നെ അങ്ങനെ ഒരു ടിപ്പായിട്ട് 1 മാസത്തെ പൈസ 1 മഹീനെ का चालू भी തരാം എന്ന് അങ്ങനെ ഇയാൾ സമ്മതിക്കുകയാണ്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് രാംദയാൽ പറയുന്നത് तो मिर्जा जी, मिर्जा जी एकदम चौकन्ने हो जाते हैं. और चौकन्ने होने का ഒന്ന് ഞെട്ടി ഉണരുകയെന്ന് അർത്ഥം. एकदम चौकन्ने होते हैं. അങ്ങനെ പണ്ഡിത് ജി ഡബിയ में से पानी निकालते हैं. ആ സമയത്ത്
പണ്ഡിറ്റ്ജിയുടെ എഗ്രിമെന്റ് ഉറപ്പിച്ചതല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്, ഡബിയ മേസ അയാളുടെ വെറ്റച്ചല്ലയിൽ നിന്നും പാൻ നിക്കാൽത്തെ ഹെ, പാൻ എടുത്തുകൊണ്ട് വെറ്റിലെടുത്തുകൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. മീർസാജി ഡബിയ ബന്ദ് കർത്തെ ഹെ, മീർസാജി അതേ സമയം തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, മീർസാജി ഡബിയ ബന്ദ് കർത്തെ ഹെ, മീർസയുടെ ഡബിയ വെറ്റിലെച്ചല്ല അടച്ചു വെക്കുകയാണ്. പണ്ഡിറ്റ് ജി മുഹ് മേ പാൻ ഡാൽത്തെ ഹെ, പണ്ഡിറ്റ് ജി എന്ത് ചെയ്യാണ്, മുഹ് മേ വായിൽ എന്ത് ചെയ്യാണ്, വെറ്റില ഇടയാണ്. മീർസയും ഒരേ സമയം. അങ്ങനെ സ്റ്റേജിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ. അടുത്തത് രാംദയാൽ പാൻ ഖാക്കർ, രാംദയാൽ അങ്ങനെ വെറ്റിലെ മുറുക്കിയിട്ട് മിർസാജി ഉൻക എഗ്രിമെന്റ് ടൈപ്പ് കർ ദോ, അയാളുടെ എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തോളൂന്ന്. മിർസ ബഹുത് ബെഹ്തർ, അതെ വളരെ നല്ലത്, ശരി. രാംദയാൽ ആപ്ക ശുഭ് നാം, രാംദയാൽ ചോദിക്കാണ് ആപ്ക ശുഭ് നാം, താങ്കളുടെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? മർദ് അന്നേരം പുരുഷൻ പറയണേ, മേരാ നാം കൃപാരാം ഭരദ്വാജ് ഹെ, എന്റെ പേരെന്താണ്? കൃപാരാം ഭരദ്വാജ് ഹെ. കൃപാരാം മീൻസ് വെച്ചാല് ഇതെന്ത് ചെയ്യണം, ഇയാൾക്ക് ആദ്യം കൊണ്ട് പറയാൻ കഴിയുന്നില്ല. കൃപാരാം ഭരദ്വാജ് ഹെ, ഈ മേരി ധർമ്മ പത്നി സാവത്രി ഹെ, എന്നിട്ട് പരിചയപ്പെടുത്താൻ ഇത് എന്റെ അതേ ജാതി അതേ മതത്തിൽപ്പെട്ട ധർമ്മ പത്നി സാവത്രിയാണിത്. पंडित रामदयाल दोनों हाथ जोड़कर सावित्री को नमस्कार करते हैं. അങ്ങനെ അത് ആ സമയത്ത് എന്ത് ചെയ്യാണ്, പണ്ഡിത് രാംദയാൽ രണ്ട് കൈയും കൂപ്പിയിട്ട് എന്ത് ചെയ്യാണ്, സാവിത്രിയെ നമസ്കരിക്കുന്നു. സാവിത്രിയോട് നമസ്കാരം പറയുന്നത്. രാംദയാൽ കഹാ കെ രഹനെ വാലെ ഹോ, ഓ എവിടെ താമസിക്കുന്ന ആൾക്കാരാ നിങ്ങള്, എവിടുത്തുകാരാ നിങ്ങള്? പറയാണ് ഭോജ്പൂർ കെ, ഞങ്ങള് ഭോജ്പൂരിലുള്ള ആളുകളാണെന്ന്. അന്നേരം ഇയാൾ ചോദിക്കണേ, ഖുഷ് ഹോക്കർ ഭയങ്കര സന്തോഷത്തോടുകൂടി, ഭോജ്പൂർക്ക് അല്ല ഭോജ്പൂരിൽ നിന്നാണ് വരുന്നത്. അരേ ഓ വഹാ മേരെ മാമാ രഹത്തെ ഹെ, ഓ അവിടെ നമ്മളുടെ മാമ അവിടെയാണല്ലോ താമസിക്കുന്നത്, നമ്മളുടെ അമ്മാവൻ അവിടെയാണല്ലോ. പണ്ഡിറ്റ് ദീൻ ദയാൽ മഖി മുഹല്ലെ വാലെ, പണ്ഡിറ്റ് ദീൻ ദയാൽ അയാള് നമ്മുടെ മഖി മുഹല്ലെ വാലെ അവിടെയുള്ള അവിടുത്തുകാരനായിട്ടുള്ള എന്താണ്, ആ ഉनको जानते हो ना, നിങ്ങൾക്ക് അറിയില്ലേ അയാളെ? മാർക്ക് പറയണ ജി മുഖി മുഹല്ലെ വാലെ പണ്ഡിറ്റ് ദീൻ ദയാൽ को कौन नहीं जानता, ഓ നമ്മളെ മുഖി മുഹല്ലയുള്ളേ അയാളെ പണ്ഡിറ്റ് ദീൻ ദയാലിനെ അയാൾ അറിയാത്തവരാരാ ഉള്ളത്? രാംദയാൽ वो नाटे से है गोरे रंग के, രാംദയാൽ പറഞ്ഞു കൊടുക്കണം, वो नाटे से, നാട്ട പോലെയുള്ളത് ലംബേ സെ, ഗോരെ രംഗ് ആ വെളുത്ത നിറത്തിലുള്ള, ഗോരയിലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ആ മർദ്ദം അന്നേരം പറയണത്, പുരുഷൻ അന്നേരം പറയണത് ഹാ നാട്ടേസ് ഗോരയിലെങ്കിൽ ആ നിങ്ങളുള്ളേ ആ വെളുത്ത അയാളല്ലേ. കബി കബി ബടെ ജോർ സേ ഠഹാകാ ലഗാത്തെ ഹോ, പലപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആളാണല്ലോ അയാള്, ആ പൊട്ടിച്ചിരിക്കുന്ന ഹ ഹ ഹ എന്ന് പറയണ ഇയാള്. അങ്ങനെ ഇത് കേട്ട് മസ്ദൂർ ഹസ്താഹെ, അവിടെയുള്ള വേലക്കാരൻ അയാൾ എന്ത് ചെയ്യാണ്, അവരും ചിരിക്കാൻ തുടങ്ങുന്നു. പണ്ഡിറ്റ് രാംദയാൽ ബി ജോർ സെ ഹസ്തേ ഹെ, രാംദയാലും ഭയങ്കര സന്തോഷത്തോട് ചിരിക്കുന്നു. ഓർ ഏക് ഉംഗലി ഉഠാക്കർ, അങ്ങനെ ഒരു വിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയണത് ഹസ്തേ ഹുയെ കാത്തെ, അയാൾ പറയാണ് ചിരിച്ചുകൊണ്ട്, വഹി മേരെ മാമാ ഹെ, ഓ അതന്നെയാണ് എന്റെ മാമ. എന്നിട്ടോ മിർസാജി ഇൻക എഗ്രിമെന്റ് ഫൗറൻ ടൈപ്പ് കർ ദോ, നീ കാത്തുക്കല്ല ഇയാളുടെ എഗ്രിമെന്റ് എത്രയും പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും മിർസാജി. ഏകദം മുടിക്കുക, ഒന്നും കൂടെ തിരിഞ്ഞിട്ട് എന്ത് പറയണേ, യഹാ പരന്തു മേ തോ ഈ പൂച്ച്നാ ഭൂൽ ഗയാ, ഓ എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ആ ക്യാ കാം കർത്തെ ഹോ, അല്ല നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? മർദ് പുരുഷൻ പറയണേ, മേ പണ്ഡിറ്റ് ജി എന്താണ് ഞാന് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏക് സയൻസ്ദാൻ, ഞാൻ നമ്മുടെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സയന്റിസ്റ്റ് ആണ്. ക്യാൻസർ യാനി നാസൂർ पर റിസർച്ച് करता हूं, ക്യാൻസർ അഥവാ അർബുദം, നാസൂർ അർബുദം, അതിനെ കുറിച്ചുകൊണ്ട് അതിന്റെ ഗവേഷണത്തിലാണ് ഞാൻ, അതിന്റെ മരുന്ന് ഗവേഷണത്തിലാണ് ഞാൻ ഉള്ളത്. രാംദയാൽ, അപ്പൊ ഈ മർദ്ദാരണങ്ങളെ മനസ്സിലായല്ലോ. അടുത്ത് നോക്കാം, രാംദയാൽ നാസൂർ ബഹുത് ബുരാ രോഗ് ഹെ, ഓ നാസൂർ അത് വല്ലാത്ത രോഗാണല്ലോ. ഭരദ്വാജി ഇതൊരു വല്ലാത്തൊരു രോഗാണല്ലോ.
उनका इलाज होना ही चाहिए, दरियाफ्त होना ही चाहिए. അതിന്റെ ഇലാജ് ചികിത്സ കണ്ടുപിടിച്ചേ മതിയാവൂ, നിർബന്ധമായിട്ടും കണ്ടെത്തേണ്ടതാണ് അതെന്ന്. മറന്നേരം പറയാൻ പുരുഷൻ ഏക് ദിൻ ജരൂർ ഹോഗ, തീർച്ചയായും എന്തായാലും ഒരു ദിവസം അതിന് മരുന്ന് പ്രതിവിധി കണ്ടെത്തിയിരിക്കും. മേരി തര ബഹുത് സെ ജ്ഞാനി ഇസ് കാം മേ ഛുട്ടേ ഹുയേ ഹെ, എന്നെ പോലെ ധാരാളം ആളുകള് സയന്റിസ്റ്റുമാര് ഈ ഒരു ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. ജുട്ടേ ഹുയേ ഹെ, മുഴുകിയിരിക്കുകയാണ്. ഹമാരി നയി ലബോറട്ടറി തയ്യാർ ഹോ രഹി ഹെ, ഞങ്ങളുടെ പുതിയ ലാബ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജിസ്മേ ഹമാരെ രഹ്നെ കെ ക്വാർട്ടർ ഭി ഹോംഗെ, അവിടെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഭി ഹോംഗെ, ഞങ്ങൾ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് കൂടി അവിടെ ഉണ്ടാവും. മഗർ അഭി ഇസ് യോജന കാ പൂരാ ഹോനെ മേ, പക്ഷെ ഇപ്പൊ ആ പദ്ധതിയൊക്കെ പൂരാ ഹോനെ മേ, പൂർത്തിയാവുന്നതിന് 3 സാൽ ലഗേംഗെ, 3 വർഷം സമയമെടുക്കും പൂർത്തിയാക്കാൻ. രാംദേൽ അന്നേരം പറയണേ ജബ് തക് ആപ് യഹാ രഹിയെ, എന്ത് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചൂടെ അതുവരെ? 3 സാൽ ക്യാ 30 സാൽ രഹിയെ, 3 വർഷം 30 വർഷം വരെ ഇവിടെ താമസിച്ചോളി. ജി ഇസ് ഘർ കോ അപ്ന ഘർ സമझी, ഈ വീടിനെ സ്വന്തം വീടായിട്ട് കരുതിക്കൊള്ളൂ എന്ന്. അബ് തോ ആപ്സെ ഹമാരി റിശ്തേദാരി ഹോഗി, അപ്പൊ നമ്മളൊക്കെ ബന്ധുക്കളായി മാറിയില്ലേ. പിന്നെ ആപ് ഭോജ്പൂർ കെ ഹെ, നിങ്ങൾ ഭോജ്പൂരിലുള്ള ആളാണ്. ഹമാരെ മാമാജി കെ ഹം വതൻ ഹെ, നമ്മളെ മാമാജിയുടെ സ്വന്തം നാട്ടുകാരനല്ലേ നിങ്ങളെന്ന്. മറന്ന് അന്നേരം പറയാണ് ധന്യവാദ്, ശുക്രിയ എന്ന് പറയാണ്, നന്ദി എന്നുള്ളത്. രാംദയാൽ മഗർ ഭരദ്വാജ് ജി ഏക് വചൻ ആപ്കോ ദേന ഹോഗ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഏക് വചൻ ആപ്കോ ഏക് വസിയത്ത് ദേന ഹോഗ, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ നമുക്ക് തരണം. എന്താണ്? ഒരു ഉറപ്പ് നമുക്ക് തരണം, ഒരു സമ്മതപത്രം നമുക്ക് തരണം. എന്താണ്? ठीक हर पहली को आप पूरा किराया अदा करेंगे, എല്ലാ മാസവും ഹർ പഹലിക്കോ, പഹലാ ദിൻ, എല്ലാ മാസവും 1-ാം തീയതി എന്ത് ചെയ്യണം, നമ്മളെ മുഴുവൻ വാടകയും തന്നിരിക്കണം. അപ്പം പറയാം നിശ്ചയമായും തീർച്ചയായും വചൻ ദേത്താഹും, ഞാനിതാണ് വാദാ കർത്താഹും, ഞാനവർക്ക് വാക്ക് തരികയാണ്. മഹാകവി തുളസീനെ കഹാഹെ, നമ്മുടെ തുളസിദാസ് അല്ലേ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? രഖോ കുൽ രീത് സദാ ചലി ആയി, പ്രാൺ ജായേ പർ വചൻ ന ജായേ. എന്താ പറഞ്ഞത്? രഖോ, എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കണം. എന്ത്? കുൽ രീത്, എല്ലാ നമ്മുടെ രീതി ആചാര അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. സദാ ചലിയായി, നമ്മൾ കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന നമ്മളുടെ മൂല്യങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം, കൈവിടാതെ നോക്കണം. പ്രാൺ ജായേ, നമ്മുടെ പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടാലും, ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നാലും, ബലി അർപ്പിക്കേണ്ടി വന്നാലും, മരിക്കേണ്ടി വന്നാലും, പർ വചൻ ന ജായേ, നമ്മുടെ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം, വാഗ്ദാനം പാലിച്ചിരിക്കണം. ഇതും കൂടി പറഞ്ഞപ്പോ നമ്മളെ ആർക്ക് രാംദയാലിന് ഭയങ്കര സന്തോഷമായി. പണ്ഡിറ്റ് രാംദയാൽ ബഹുത് ഖുഷ് ഹോക്കർ ഹാത്ത് മിൽതാ ഹെ, കൈ കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ ചോട്ടാ സാൽ എടുക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് തീരുമാനമായപ്പോഴാണ് ഈ ചോട്ടാ സാൽ എടുക്കുക. ഒരു ചെറിയ കുട്ടി അവിടെ എന്ത് ചെയ്യാണ്, ആൺകുട്ടി പേടിച്ച് അങ്ങനെ പേടിച്ച് അകത്തേക്ക് വരികയാണ്. അന്നേരം എന്ത് ചെയ്യാണ്, മർദ് കി ടാങ്കോ സെ ലിപട്ട് ജാത്താ ഹെ, അങ്ങനെ അവിടെയുള്ള ആ പുരുഷന്റെ ടാങ്കോ സെ, ആ തൊടയിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ലിപട്ട് ജാത്താ ഹെ, എന്ത് ചെയ്യണം, അങ്ങോട്ട് ലിപ്പട്ടിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഓർ കാത്ത, എന്നിട്ട് പറയാണ്, ചെറിയ കുട്ടിയാണ്, എന്നിട്ട് പറയാണ് എന്ത്, എടുക്ക അബ്ബു അബ്ബു ഷക്കൂറ ഹംകോ ഐസ്ക്രീം നഹീ ലേക്കെ ദേത്താ. എന്താ പറയുന്നത്? അബ്ബു അബ്ബു, ഉപ്പ ഉപ്പ. ഉപ്പ എന്ന് പറയുന്നത് അറിയാലോ, മുസ്ലിങ്ങളാണ് പറയാനുള്ള അബ്ബു എന്ന്. മറ്റൊരു പിതാജി എന്നാണ് പറയുന്നത്. അപ്പൊ അബ്ബു അബ്ബു ഷക്കൂറ ഹംകോ, ഷക്കൂറ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഐസ്ക്രീം ലേക്കെ നഹീ ദേത്താ, ഐസ്ക്രീം കൊണ്ടൊന്നും തരുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോ രാംദയാൽ ഹൈറസ്, അബ്ബു, ആശ്ചര്യത്തോടി, ഉപ്പാന്ന്. അപ്പോ ലടുക്ക പറയണത് അമ്മീ, ഉമ്മാന്ന്. രാംദയാൽ അയാൾക്ക് ആകെ ഒരു കൺട്രോളും ഒരു ലെവലും കിട്ടുന്നില്ല. അയാൾ അമ്മീ, ഉമ്മ. ലടുക്ക അമ്മീ ഷക്കൂറ कहता है कि ईद परसों नहीं है,
ഷക്കൂറ പറയണത്, ഷക്കൂർ എന്നൊരു അവരെ വേലക്കാരനാണല്ലോ, പറയണത് ഷക്കൂറ പറയണത് ഈദ് പർസോ നെയ്യേ, പെരുന്നാള് മറ്റന്നാളല്ല എന്ന്. ഈദ് ഏക് മഹീനയ്ക്ക് ബാദ് ഹോഗി, പെരുന്നാളിന് ഇനി ഒരു മാസം ഉണ്ടെന്ന്. രാംദയാൽ ഷദീദ് ഹൈറസ്, ആകെ കൂടി എന്താണെന്ന് അറിയില്ല, ആശ്ചര്യത്തോടു കൂടി എടുത്തമിട്ട പറയാണ് ഈദ് പെരുന്നാളോ. ബച്ചയ്ക്ക് പീച്ചെ ഷക്കൂറ നൗക്കർ അന്തർ ആ ജാത്ത ഹൈ, ആ കുട്ടിയുടെ പിന്നാലെ ഷക്കൂറ നൗക്കർ, ഷക്കൂറ വേലക്കാരനായിട്ടുള്ള ഷക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്, അന്തർ ആ ജാത്ത ഹൈ, അകത്തേക്ക് വരികയാണ്. और बच्चे को पकड़ने की कोशिश करता है, അയാൾ ചെന്ന കുട്ടിയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. മാ ഉസ്സേ നൗക്കർക്കോ ഡാണ്ട്തി ഹെ, ഉമ്മാക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര എന്ത് ചെയ്യാണ്, ദേഷ്യം വരികയാണ്. എന്നിട്ട് നൗക്കർക്ക്, ആ വേലക്കാരനെ ഡാണ്ട്തി ഹെ, ശകാരിക്കുകയാണ്. വരുത് തുംസെ കഹാ നഹീ താ, ഞാൻ എന്നോടല്ലേ പറഞ്ഞിരുന്നത് ബച്ചേക്കോ ബാഹർ ഹി രഖ്ന, കുട്ടികളെ പുറത്തന്നെ വെച്ചാൽ മതി, ഉസെ അന്തർ ആനെ മത് ദേന, ഉസെ മത് ആനെ ദേന അന്തർ, എന്താണ് അകത്തേക്ക് അവനെ വിടരുത് നിങ്ങളോട് പറഞ്ഞില്ലേ, മത്തനെ നെഹീന മത്തനെ മത് ആനെ ദേന, ഇത് കൊടുത്ത് അകത്തേക്ക് അയക്കരുത് പറഞ്ഞില്ലേ. ഷക്കൂർ അത് കേട്ട് പറയണേ ബേഗം സാഹബ് ക്യാ കരേ, എന്ത് ചെയ്യും, എന്താണ്, ആപ്കാ ബച്ച ബഹുത് ശരീർ ഹൈ, നിങ്ങളുടെ കുട്ടി ഭയങ്കര കുസൃതിക്കാരനാണ്, വികൃതിക്കാരനാണ്. കിസി തര നഹീ മാൻതാ ഹി നഹീ താ, ഒരു നിലക്കും അംഗീകരിക്കുന്നേ ഇല്ല. ഹാത്ത് ചൂടാക്കിയ ഭാഗായ, കൈയും കൊതറിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, കയ്യിൽ നിന്ന് കൊതറി കൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്. അന്നേരം സ്ത്രീ പറയണേ ക്യോം ബേ ഷെയ്ത്താൻ, ഓ ഷെയ്ത്താനെ, ബച്ചേക്കോ സോർ സേ ഏക് ചാണ്ടാ മാർത്തി ഹെ, ചെക്കനെ മുഖത്തിന് അടി കൊടുക്കണം, ചാണ്ടാ മാർത്തി ഹെ, എന്നിട്ട് ചൽ മേരെ സാത്ത് ബാഹർ, നടക്കട എന്റെ കൂടെ പുറത്തേക്ക്, തുജെ അച്ചി തരസെ ഐസ്ക്രീം ഖിലാത്തി ഹും, ഞാൻ എനിക്ക് ഐസ്ക്രീം എന്നെ തിരിച്ചോളാം, അങ്ങോട്ട് വാ, എനിക്ക് ഐസ്ക്രീം അല്ലേ വാങ്ങി തരാം. മാ രോത്തെ ഹുയെ ബച്ചേക്കോ ഖസേഡ് കർ ബാഹർ ലേ ജാത്തി ഹെ, അങ്ങനെ ആ കരയുന്ന കുട്ടീനെ ഖസേഡ് കർ വലിച്ചിട്ട് എന്ത് ചെയ്യണം, ഉമ്മ പുറത്തേക്ക് കൊണ്ടുപോവാണ്. കമരേ മേ കുച്ച് ദേർ തക് സന്നാട്ട രഹതാ ഹെ, കുറച്ചു നേരത്തേക്ക് ആ റൂമിലാകെ എന്താണ്, സൈലൻസ്, സന്നാട്ട, സൈലൻസ് ആണ്. പണ്ഡിത് രാംദയാൽ മർദ് സേ മുഖാതബ് ഹോക്കർ കഹതാ ഹെ, അന്നേരം പണ്ഡിത് രാംദയാല് ആ പുരുഷനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, രാംദയാൽ തും മുസൽമാൻ ഹോ, അല്ല നിങ്ങളാരും മുസ്ലിങ്ങളാണോ, നീ മുസ്ലിം ആണോ. മർദ് ചുപ് രഹതാ ഹെ, അന്നേരം ആ ആണ് അയാൾ എന്ത് ചെയ്യാണ്, ചുപ് രഹതാ ഹെ, അയാളൊന്നും മിണ്ടുന്നില്ല. രാംദയാൽ ഓർ തുമാരി ധർമ്മ പത്നി, നിന്റെ അതേ മതക്കാരിയായിട്ടുള്ള ധർമ്മ പത്നി, നിന്റെ അതേ മതക്കാരിയായിട്ടുള്ള സ്ത്രീയും ഭാര്യയും. മർദ് ചുപ് രഹതാ ഹെ, അന്നേരം ഇത് കേട്ടിട്ട് പുരുഷൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോ രാംദയാൽ പിന്നെ ചോദിക്കാണ് അപ്പൊ ഇയാൾക്ക് മനസ്സിലായി എന്ത്, ഇവര് പേര് മാറ്റിയിട്ട് വന്നിരിക്കുകയാണ്, ഇവരെന്തല്ല ഹിന്ദുക്കളല്ല എന്നുള്ളത്. പ്രപാരം ഭരദ്വാജ് അല്ല ഇയാളുടെ പേര്, സാവത്രി അല്ല അവളുടെ പേര് എന്നുള്ള അവർക്ക് രാംദയാലിന് മനസ്സിലാവുകയാണ്. അപ്പൊ അടുത്ത് ചോദിക്കാണ് എന്ത്, രാംദയാൽ തും ദോനോനെ മുझे झूठ बोला, എന്നോട് ഇതുവരെ കളവ് പറഞ്ഞതായിരുന്നില്ലേ എന്ന്. തും ദോനോനെ മുझे झूठ बोला, കളവ് പറഞ്ഞതായിരുന്നില്ലേ എന്ന്. പിന്നെ ക്യാ ഡ്രാമ ഖേലാ ഹി മുझसे, എന്ത് ഡ്രാമങ്ങളെ നമ്മളോട് കളിച്ച്. മേനെ തുമാരി ബാത്തും പർ വിശ്വാസ് കർ ലിയാ താ, ഞാനാണെങ്കിലോ നിങ്ങളുടെ വാക്കും കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ വിശ്വസിച്ചു പോയി. झूठे കള്ളന്മാര്, മക്ക പറ്റിക്കുന്നവര്, വിശ്വാസ് ഘാത്തി ചതിക്കുന്നവര്. മർദ് ജോ ഉസ് ദൗറാൻ ഇസ് ദൗറാൻ മേ ടഹൽതാ രഹതാ ഹൈ, ഇതൊക്കെ കേട്ട് ആ ആൺമനുഷ്യൻ അയാൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ടഹൽന, ഉലാത്തുക എന്നാണ് പറയാം, മീൻസ് അങ്ങിങ്ങനെ നടക്കുന്നത്. ഇയാൾക്കായ പാലെടുക്കുക, ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. രാംദയാൽക്ക് തറഫ് മുടുത്തായ, രാംദയാൽ എടുത്ത് തിരിഞ്ഞിട്ട് ഇയാൾ പറയണത് ചെഹരെ പർ ശദീദ് കർബ്, അയാളുടെ മുഖത്താണെങ്കിൽ ആകെ കൊണ്ട് ദേഷ്യം പിടിച്ചു നിൽക്കാണ്. അവല ഭയങ്കര അസ്വസ്ഥനായ വേദനയോടുകൂടി ഇയാൾ പറയാണ്. സഞ്ജീത ഓർ മതീൻ ലഹജമേ, അങ്ങേയറ്റം സഞ്ജീത, സീരിയസ് ആയിട്ട്, ഓർ മതീൻ ലഹജമേ, ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇയാൾ പറയണത്, സീരിയസ് ആയിട്ട് പറയണത്. പറയുന്നത്
ഇതിനെ നിങ്ങൾ പറയുന്നതിനിടക്ക് എന്താ പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. ഇതിനെ औरत भी खामोशी से अंदर आ जाती है. അപ്പോഴേക്കും അയാളുടെ സ്ത്രീയും എന്ത് ചെയ്യാണ്, നല്ല മിണ്ടാതെ അകത്തേക്ക് വരികയാണ്. എന്നിട്ടെന്താ ഈ മറന്ന് പറയുന്നത്, ഹാ മേനെ ജൂട്ട് പോല, ശരിയാ ഞാൻ കളവാണ് പറഞ്ഞത്. മേര നാം കൃപാരാം ഭരദ്വാജ് നെഹി, എന്റെ പേരെന്തല്ല കൃപാരാം ഭരദ്വാജ് എന്നല്ല, പകരം എന്താണ് കരീമുല്ലാഹ്, എന്റെ പേര് കരീമുള്ളയാണ്. मैं भोजपुर का रहने वाला नहीं हूँ, ഞാൻ ഭോജ്പൂർക്കാരനല്ല. ഫറഖ് ആബാദ് കാ രഹ്നെ വാല ഹും, ഫറഖ് ആബാദ് എന്ന് പറയുന്ന വേറെ സ്ഥലമുണ്ട്, അവിടുത്തുകാരനാണ് ഞാൻ. മേരി ബീബി കാ നാം സാവത്രി നഹി, എന്റെ ഭാര്യയുടെ പേരെന്തല്ല സാവത്രി എന്നല്ല, സാജിദ, സാജിദ എന്നാണ്. ലേക്കിൻ മഹർ വഫാമേ, മഹർ വിശ്വാസിത, വഫ അതും ഒരേ അർത്ഥം തന്നെയാണ്, വാവ് വന്നാൽ അപ്പുറപ്പുറമുള്ള ഒരേ അർത്ഥം തന്നെയാണ്. മെഹർ വഫ, ആ വിശ്വാസിത കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ ഇസ്മത് വഹയാമേ, ചാരിത്രം ശുദ്ധി, ഇതുകൊണ്ടൊക്കെ എന്താണ് അവളെ ഓ കിസി സാവത്രി സെ കം നഹി, അവളെന്താണ് ഹിന്ദു ദേവിമാരിൽ ഏറ്റവും പരിശുദ്ധിയായിട്ടുള്ള ആളാണ് ആരെ, സാവത്രി. അവളെക്കാളും ഒരിക്കലും എന്തല്ല, ഈ സാവത്രി ദേവിയെക്കാളും ഒരിക്കലും കുറവല്ല ഈ സാജിദയും എന്ന് പറയാണ്. फिर भी हम दोनों ने झूठ बोला तो क्यों, എന്നിട്ടും നമ്മൾക്ക് ഇവിടെ കളവ് നിങ്ങളോട് പറയേണ്ടി വന്നെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും ചോദിക്കുകയാണ് ഇയാള്. അന്നേരം സ്ത്രീ പറയണ ഓരൻ ഷോഹർ കി തറഫ് ഇഷാര കർക്കെ, ഭർത്താവിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേ, ആജ് സെ 3 മാഹ പഹലെ, ഇന്നേക്ക് 3 മാസം മുമ്പേ ഹം കാനഡ മേ थे, ഞങ്ങള് കാനഡയിലായിരുന്നു. और शोहर की तरफ इशारा करके, ഭർത്താവിന്റെ അടുത്തേക്ക് പിന്നെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേ, ये कैंसर इंस्टीट्यूट में रिसर्च कर रहे थे, ഇയാള് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ചെയ്യായിരുന്നു. जब हमने जवाहरलाल नेहरू का बयान पढ़ा, അങ്ങനെ നമ്മള് ജവഹർലാൽ നെഹ്റുവിന്റെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരാണ്, ഹിന്ദുസ്ഥാൻ കാ പഹല വസീർ ആസം, ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ഒരു ബയാൻ പട, അദ്ദേഹത്തിന്റെ ഒരു അപ്പീൽ, അദ്ദേഹത്തിന്റെ അപേക്ഷ അത് കേട്ടിട്ട്, ജിസ്മെ ഉन्होंने दुनिया के, അതിൽ അദ്ദേഹം ലോകത്തിന്റെ ദൂസരെ മുൽക്കോമേ കാം കർണേ വാലെ, വിവിധ മറ്റു ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളോട്, ഹിന്ദുസ്ഥാനി സയൻസ്ദാനോസെ, പ്രത്യേകിച്ച് സയന്റിസ്റ്റുമാരോട്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന സയന്റിസ്റ്റുമാരോട്, മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സയന്റിസ്റ്റുമാരോട്, ഇന്ത്യക്കാരായിട്ടുള്ള അപ്പീൽ കീതി, അദ്ദേഹം അപേക്ഷിച്ചിരുന്നത് വോ അപ്പനെ മുൽക്ക് മേ വാപ്പസ് ആ ജായേ, നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരണമെന്ന്. ഓർ ഇസ് ദേശ് കി തർക്കി മേ, അവർ നമ്മുടെ ഈ രാജ്യത്തിന്റെ വികസനത്തിൽ ഹമാര ഹാത്ത് ബിട്ടായേ, നമ്മളുടെ കൈത്താങ്ങാവണമെന്നും നമ്മളെ സഹായിക്കണമെന്നും ഭാഗവക്കാവണമെന്നും ഇദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആര്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇത് കേട്ടിട്ട് ഈ അപ്പീൽ ഈ അസർ ഹെ, ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് അത് ഭയങ്കര സ്വാധീനിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഹം ആ ജഹാ മൗജൂദ് ഹെ, ഇത് കേട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം വന്നിരിക്കുന്നത്. കാനഡയിൽ 4000 റുപ്യ പാക്കറ്റ്, ഇയാളുണ്ടല്ലോ കാനഡയിൽ ഇയാൾക്ക് എത്ര ഉണ്ടായിരുന്നു, 4000 രൂപ മാസം കിട്ടിയിരുന്നു. യഹാ 1000 റുപ്യ पर മുലാസിം ഹെ, ഇവിടെയാണെങ്കിലോ ഇദ്ദേഹത്തിന് വെറും എത്രയാണ്, 1000 റുപ്യ पर മുലാസിം ഹെ, ഇവിടെ അദ്ദേഹത്തിന് കിട്ടുന്നത് വെറും 1000 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ 1000 റുപ്യ पर मुलाजिम है. കാനഡ में ये अपने डिपार्टमेंट के हेड थे. അതുപോലെ തന്നെ കാനഡയിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു, HOD ആയിരുന്നു അവിടെ. ഇവിടെയോ യഹാ ഉൻകാ ദർജ തീസരാ ഹെ, ഇദ്ദേഹത്തിന് ഇവിടെ നമ്മളുടെ ഓഫീസിൽ അദ്ദേഹത്തിനുള്ളത് 3ാമത്തെ സ്ഥാനമാണ്. എന്ന് ഉദ്ദേശിച്ചാൽ ഇയാളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള 2 പേരും കൂടി വേറെ ഉണ്ട്. യഹാ ഉൻകാ ദർജ തീസരാ ഹെ. കാനഡ में हमारे पास 6 कमरे का मकान था. അവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ 6 റൂമുള്ള വീട് തന്നെ ഉണ്ടായിരുന്നു. യഹാ ഹം ഏക് ഹോട്ടൽ में മുഖീം ഹെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. മഗർ മേനെ അപ്നെ ദിൽ സേ കഹാ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ എന്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞെന്ത്, ഈ കൊയ് ബഡി ബാത് നഹീ, ഇതൊന്നും പ്രശ്നമാക്കണ്ട നിങ്ങള്,
जो लोग अपने वतन से प्यार करते हैं, ആരാണോ അവരുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നത്, അവര് എന്ത് ചെയ്യില്ല, അവര് പൈസയെ കുറിച്ച് ചിന്തിക്കൂല. പൊസിഷൻ, ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കൂല. പ്യാർ നഹി കർത്തെ, അവർക്ക് പൊസിഷൻ അല്ല, പൈസ അല്ല സ്നേഹം എന്ന പ്രാധാന്യം. ഇത് കേട്ട് കരീമുള്ള പറയണേ, ലേക്കിൻ മേ ഹോട്ടൽ മേ ഖിയാം നഹി കർ സക്ത, പക്ഷെ എനിക്ക് ഈ ഹോട്ടലിൽ താമസിക്കാനാവൂല എന്ന്. മുझे घर चाहिए, എനിക്ക് വേണ്ടത് വീടാണ്. സുക്കൂൻ चाहिए, എനിക്ക് സമാധാനം വേണം. മേരി ബീവി ഹെ, ദോ ബच्चे ഹെ, എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്. ഹമേ घर चाहिए, നമുക്ക് വേണ്ടത് വീടാണ്. इसलिए हम मकान ढूंढ रहे हैं, അതിനാണ് ഞങ്ങൾ ഇങ്ങനെ വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. और ऐसा नहीं है कि इस शहर में मकान खाली नहीं है, നമ്മൾ ടൗണിൽ, നമ്മുടെ പട്ടണത്തിന് വീട് കിട്ടായ്മയൊന്നുമില്ല, ഒഴിവില്ലായ്മയൊന്നുമില്ല. തുമാരെ ഇസ് കമൽഗഞ്ച് ബിൽഡിംഗ് മേ 9 ഫ്ലാറ്റ് ഖാലി ഹെ, നിങ്ങളുടെ ഈ കമൽഗഞ്ചിൽ തന്നെ 9 ഫ്ലാറ്റ് കാലിയാണ്. ബഗൽ വാലി ശാന്തിഗഞ്ചിലെ 5 ഫ്ലാറ്റ് ഖാലി ഹെ, തൊട്ടടുത്തുള്ള ശാന്തിഗഞ്ചിലും 5 ഫ്ലാറ്റ് കാലി കിടക്കുകയാണ്. അതുപോലെ സടക് കെ ഉസ് പാർ, റോഡിന്റെ അക്കര, ജമുന നൗലിൽ उसमें 20 फ्लैट खाली है, അവിടെ 20 ഫ്ലാറ്റ് കാലിയാണ്. और ऐसा भी नहीं है कि मेरे पास रुपया नहीं है, എന്റെ അടുത്ത് പൈസ ഇല്ലായ്മയില്ല തരാൻ. मैं 300 रुपये किराया दे सकता हूँ, ഞാൻ നിങ്ങൾക്ക് 300 രൂപ വാടക തരാൻ തയ്യാറാണ്. 3 माह का डेपोसिट भी दे सकता हूँ, 3 മാസത്തെ ഡെപ്പോസിറ്റും. 1 महीने का चार्ज, 1 മാസത്തെ എന്ത് ആ ഒരു ഇത് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ബ്രോക്കറേജ് ആയിട്ട്. और एक खिड़की, एक दरवाजा, एक स्टूल के लिए 4000 रुपये, ഒരു മാസത്തെ എന്താണ് ഈ ഒരു ഖിഡ്കി, ദർവാസ, സ്റ്റൂൾ, ഇതിന് വേണ്ടി 4000 രൂപയും. പകടി ബി ദേശത്താവും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തരാൻ തയ്യാറാണ്. മഗർ ഫിർ ബി മുझे घर नहीं मिलता, പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലും എനിക്ക് എന്ത് കിട്ടൂല, വീട് താമസിക്കാൻ കിട്ടൂല. 3 माह से कोशिश कर रहा हूं, 3 മാസമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. घर खाली है मगर घर नहीं मिलता, പക്ഷെ വീട് കിട്ടുന്നില്ല. घर खाली है, പക്ഷെ വീടൊക്കെ കാലിയാണ്. അഖ്ബാറിന്റെ ഇഷ്തിഹാറിലൊക്കെ, പത്രങ്ങളിലൊക്കെ പരസ്യം കാണുന്നുണ്ട്, घर खाली है, വീട് കാലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലൊക്കെ പരസ്യം കാണുന്നുണ്ട്. और जब मैं इस बिल्डिंग के अंदर आ जाता हूं, അങ്ങനെ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരുമ്പോൾ വരെ ബിൽഡിങ്ങിൽ നിന്നിട്ട് റൂം കാലിയാണ്. और पूछता हूं उस वक्त भी घर खाली है, ഞാൻ ഇവിടെ വീട് അന്വേഷിക്കുമ്പോഴും കാലിയാണ്. जब मालिक के मकान से दरियाफ्त करता हूं, അങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ ഓണറോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴും കാലിയാണ്. और उस वक्त भी खाली है जब डिपॉजिट और पगड़ी की बात होती है, അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ്, വാടക, കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വീട് കാലിയാണ്. और इस वक्त भी खाली है, ഇപ്പോഴും കാലിയാണ്. जब मैं रुपये निकालकर मेज पर रख देता हूं, ഞാൻ പൈസ എടുക്കുന്ന മേശപ്പുറത്ത് വെക്കുമ്പോഴും. और एग्रीमेंट टाइप होने लगता है, അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴും കാലിയാണ്. പിന്നെ അതേസമയം തന്നെ लेकिन जब मेरा नाम पूछता है, പക്ഷെ എന്റെ പേരെപ്പോഴാണ് പൂച്ചാ ജാതാ ചോദിക്കുന്നത്, वो घर कहीं गायब हो जाता है, അതോടുകൂടി എന്ത് ചെയ്യാണ്, വീട് ഇല്ലാതെയാവാണ്. മാ अपने 4 दीवारी की, വീട് ഒഴിവില്ലാതാവാണ്, അതിന് ചുമരില്ലാതാവാണ്. और खिड़की और दरवाजे, स्टूल അലാഹുദ്ദീൻ കെ മഹൽ की तरह, അലാഹുദ്ദീന്റെ കൊട്ടാരം പോലെ എന്ത് ചെയ്യാണ്, गायब हो जाता है, ഇല്ലാതെയാവാണ്. ടെൻഷൻ, അയാൾ കളിയാക്കി കൊണ്ടുവരാണ്. अब तो वो घर खाली नहीं है, ഇപ്പൊ ആ വീട് കാലിയില്ല. പിന്നെ അജീവോ तो कल ही लग गया, ആ വീടാണെങ്കിൽ ഇന്നലെ അങ്ങോട്ട് പോയി. പിന്നെ അടുത്തയാൾ പറയുന്നത് उसका तो दूसरे से वादा कर चुके हैं, ആ വീടാണെങ്കിൽ മറ്റൊരാളുടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. इसमें तो हमारे मामू आने वाले हैं, ഇതിലാണെങ്കിൽ നമ്മുടെ അമ്മാവ് വരാൻ നിൽക്കുകയാണ് ഭോജ്പൂരിൽ നിന്ന്. इसमें तो हम खुद रहने वाले हैं, ഈ വീട്ടിലാണെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് താമസിക്കേണ്ടതാണ്. वो तो हमें किसी को देना ही नहीं, ഇതാണെങ്കിൽ നമുക്ക് ആർക്കും കൊടുക്കാനുള്ളതുമല്ല. वो तो हम अपने लड़के की शादी के लिए रखा है, അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ മകനെ അവന്റെ കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. इसमें तो हमारी नई बहू आके रहेगी, ഈ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ മരുമകൾ വന്ന് താമസിക്കാനുള്ളതാണ്. ചുരുക്കത്തില് किसी भी तरह अब वो फ्लैट खाली नहीं है, ചുരുക്കത്തില് ഇപ്പൊ എന്തില്ല,
ഒരു ഫ്ലാറ്റും ഖാലി ഇല്ല. എപ്പോ നമ്മളെ പേര് പറയുന്നതോടുകൂടി